ഇതിനെല്ലാം കാരണം നമ്മുടെ നന്മയല്ല, അവൻ്റെ പുറകിൽ പലർ വില കെട്ടി വെച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾ ഇന്നത്തെക്കാളും ഉയർന്ന നിലയിൽ ഉയരുവാൻ നിങ്ങളവർക്ക് പാത കാണിച്ചു കൊടുക്കണം. ഇന്ന് സാധാരണ വന്നെത്തിയിരിക്കുന്നത്, ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നവനാണ്, ഇന്നെത്തിയിരിക്കുന്നത് അവർ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു നല്ല സുവിശേഷകനായി തീരണം, അവരെക്കാളും നല്ലവണ്ണം അധ്വാനിക്കണം. ഇതാണ് അവരാഗ്രഹിക്കുന്നത്. എന്നിട്ട് ഈ പിള്ളേർ പ്രായമാകുമ്പോൾ അവരുടെ ചിന്തയെല്ലാം മമ്മിയും പപ്പയുമാണ് അവർ ഓർക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഒരു നല്ല ഉദ്യോഗം ചെയ്യുന്നു, ബാങ്കിൽ ധാരാളം പണം നിക്ഷേപിക്കുന്നു, ഒരു നല്ല വീടുണ്ട്, ഒരു നല്ല ഉയർന്ന കാറുണ്ട്. ഇവർ ആരോടും സുവിശേഷം പറയുന്നില്ല. എന്നാൽ ഇവരുടെ ആഗ്രഹം പിള്ളേർ സുവിശേഷം പറയണം. കുറേ കഴിയുമ്പോൾ ഈ പിള്ളേരുടെ ചിന്ത മാരേജ് ചെയ്യണം, ഒരു നല്ല ഉദ്യോഗം നോക്കണം, ഒരു കാർ വാങ്ങണം, ഒരു വീട് വെക്കണം, ബാങ്കിൽ ഒരു നല്ല നിക്ഷേപം ചെയ്യണം. അവരുടെ മക്കൾ സുവിശേഷ വേല ചെയ്യണം. ആര് സുവിശേഷ വേല ചെയ്യണം? അവിടെ മക്കളാകുമ്പോഴും ഇതാണ് അവർ ചെയ്യുന്നത്. യു ഹിയർ മീ? നിങ്ങളുടെ മക്കൾ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ അവരെ നിങ്ങൾ കൊണ്ടുപോയി സുവിശേഷ ഫീൽഡിൽ സുവിശേഷ വേല എന്താണെന്ന് അതിൻ്റെ രുചി കാണിച്ചു കൊടുക്കണം. എപ്പോൾ? അവിടെ ടീനേജ് പ്രായമുള്ളപ്പോൾ. ഒരു സംഭവം പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ജോൽ ഓസ്റ്റിൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ചർച്ച ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കത് 1 മണിക്കൂർ വന്ന് പ്രസംഗിക്കും. എന്നെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ ഒരു ക്രൂസൈഡിന് കടന്നു പോയപ്പോൾ തൻ്റെ മൂത്ത മകൻ പോൾ ഓസ്റ്റിനെ കൂടെ കൊണ്ടുപോയി. അന്നവന് 8-9 വയസ്സ് പ്രായമാണ്. ആഫ്രിക്കയിലെ കിരാതവർഗക്കാരുടെ ഇടയിലെ ജീവിതം, അവർ പെടുന്ന പാടുകൾ, കഷ്ടങ്ങൾ, അവരുടെ ദാരിദ്ര്യം ആ കണ്ട പിഞ്ചു പൈതൻ്റെ ഉള്ളത്തിൽ ആണി കൊണ്ട് എഴുതിയതുപോലെ എഴുതി. ഇതാർക്കും അറിയത്തില്ലായിരുന്നു. ജോൺ ഓസ്റ്റിനും പോയ ടീമും മടങ്ങി അമേരിക്കയിലേക്ക് കടന്നു വന്നു. ഈ പോൾ ഓസ്റ്റിൻ പഠിക്കാൻ ആരംഭിച്ചു. നല്ല ബുദ്ധി കൊടുത്തു. ഒരു ഡോക്ടറായി, ഡെൻ്റൽ ഡോക്ടറായി, ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറായി മാറി. ആഫ്രിക്കയിൽ തൻ്റെ 8-ാമത്തെ 9-ാമത്തെ വയസ്സിൽ കണ്ട ചിത്രം തൻ്റെ മനസ്സിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഒരു തീരുമാനമെടുത്തു. ഇവിടെ ഉന്നതമായ നിലയിൽ ലക്ഷക്കണക്കിന് രൂപ മാസം സമ്പാദിച്ച് ജീവിക്കുന്നതിനേക്കാളും, മോശം മിശ്രമിലെ നിക്ഷേപങ്ങളെക്കാളും, ഫറവോന്റെ പുത്രരുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനെയും നിരസിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിപ്പാൻ ഇറങ്ങിയതുപോലെ തൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് അതേ ആഫ്രിക്കക്കാരുടെ ഇടയിലേക്ക് കടന്നുപോയി. ഞാൻ നിങ്ങളോട് തൊഴുത് ഒരു കാര്യം പറയാം. നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്. അവർ +2 കഴിയുമ്പോൾ 1 ഇയറോ 2 ഇയറോ ഒരു നല്ല ബൈബിൾ കോളേജിൽ അവരെ ചേർത്ത് പഠിപ്പിക്കണം. ദൈവത്തെക്കുറിച്ച് അറിയട്ടെ, ആത്മീയ ജീവിതത്തിൽ വളരട്ടെ. അതിനുശേഷം കോളേജിൽ പോകുമ്പോൾ ലോകത്തിൻ്റെ ഇളുപ്പ് ശക്തിയിൽ അവർ പെടാതെ വണ്ണം അതിനെ ഓവർകം ചെയ്ത് കോളേജുകളിൽ ഒരു ഉണർവുണ്ടാക്കുവാൻ നിങ്ങളുടെ സന്താനങ്ങളെ ദൈവം ഇടയാക്കി തീർക്കും. ഞാൻ പറയുന്നത് സത്യമാണ്. ഏറ്റെടുക്കാൻ ഇത് അവർക്ക് ഭാവി നഷ്ടമല്ല, നമ്മുടെ ഭാവിയെ യഥാർത്ഥ പാതയിൽ കാണിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയുക, ഇതൊരു നല്ല ബുക്കാണ്, നോട്ട് ബുക്കാണ്. നിങ്ങൾ പറയും, ഇതുവരെ പൗലോസ് നോ പ്രോബ്ലം, സംതിങ് ഹാപ്പൻഡ്. ഞാൻ പറയുക, ഇതൊരു നോട്ട് ബുക്കാണ്. നിങ്ങളുടെ കാതിൽ കേൾക്കുന്ന ശബ്ദം ഇത് നോട്ട് ബുക്കാണ്. നിങ്ങളുടെ കണ്ണിൽ കാണുന്നത് ഇതൊരു പേനയാണ്. നിങ്ങളുടെ കാതിൽ കേൾക്കുന്നതിനെ മക്കൾ വിശ്വസിക്കത്തില്ല. നിങ്ങളുടെ കണ്ണ് കാണുന്നതേ മക്കൾ വിശ്വസിക്കത്തുള്ളൂ. എത്രമാത്രം ജനങ്ങളോട് സുവിശേഷം പറയണം എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്താൽ അവരത് കാണും, അവരതിനെ ഫോളോ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ലോകശിഷ്ടത്തിന് ഇത് എതിരാണ്, അവരത് ചെയ്യത്തില്ല. പക്ഷേ യേശു പറഞ്ഞു, മുമ്പ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിപ്പാനുള്ളത് എല്ലാം അവൻ നൽകും. മുമ്പെന്ന് പറഞ്ഞാൽ മുമ്പ്, പിമ്പെന്ന് പറഞ്ഞാൽ പിമ്പ്. ആമേൻ. പല്ല് തേക്കുന്നു രാവിലെ, എല്ലാവരും പല്ല് തേക്കും അല്ലേ? പേസ്റ്റ് എടുത്ത് വെച്ചിട്ട് പല്ല് തേക്കും, അതോ പല്ല് തേച്ച് പിന്നാലെ പേസ്റ്റ് വയ്ക്കും? ആദ്യം ചെയ്യും, പേസ്റ്റ് വയ്ക്കും, പിന്നെ പല്ല് തേക്കും. അപ്പോൾ മുമ്പ് അവൻ്റെ രാജ്യം നീ അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതന്വേഷിച്ചാൽ മതി, ബാക്കിയെല്ലാം പിന്നാലെ വരും.
നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെയല്ല. അത് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ദൈവരാജ്യം അന്വേഷിക്കാം. യേശു പറഞ്ഞതിനെ തിരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മൾ തറപ്പിച്ച് പറയും. അങ്ങനെയെങ്കിൽ ഇതും തറപ്പിച്ച് പറയണം. ഒരു പുതിയ ചേഞ്ച് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്ന വിഷയം ഗോഡ്സ് പർപ്പസ് ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റി. ദൈവത്തിൻ്റെ ഉദ്ദേശവും നമ്മുടെ ഉത്തരവാദിത്വവും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് ഏറ്റെടുക്കണം. അബുദാബി ഇത് ബ്ലെസ്സിംഗ് ആയി തീരണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചില കാര്യങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. നമ്മുടെ ചില വിശ്വാസങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. നമ്മുടെ പോക്കിൽ ഒരു മാറ്റം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, കർത്താവിൻ്റെ മണിയറവാസം, അവൻ്റെ ലോകത്തിൽ 1000 ആണ്ടത്തെ വാഴ്ച, പിന്നെ പുതിയ യെരൂശലേം, അതിനെക്കുറിച്ച് മനോഹരമായി ചിത്രീകരിക്കും. അതെല്ലാം ആവശ്യമാണ്. എന്നാൽ സുവിശേഷീകരണം എന്നുള്ള ഒരു പരമസത്യം മാഞ്ഞു പോകാനിടയായി. ഇതിന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെയും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. 1-ാം നൂറ്റാണ്ടിൽ ഉണർവിൻ്റെ കാരണം അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഉണർവ് നടന്ന മിക്ക ഇടങ്ങളിൽ ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമേരിക്കയിൽ അസോസ സ്ട്രീറ്റ് നടക്കപ്പെട്ട റിവൈവൽ, 2 വെയിൽസിൽ നടക്കപ്പെട്ട റിവൈവൽ, 3 പെൻസിക്കോൾ നടക്കപ്പെട്ട റിവൈവൽ ഞാൻ ഇവിടെ പ്രീച്ച് ചെയ്തിട്ടുണ്ട്. ടൊറോണ്ടോ ബ്ലെസ്സിംഗ് ഇവിടെ ഞാൻ പ്രീച്ച് ചെയ്തിട്ടുണ്ട്. ടൊറോണ്ടോ ഞാൻ പ്രീച്ച് ചെയ്തിട്ടില്ല, പെൻസിക്കോളിൽ പ്രീച്ച് ചെയ്തിട്ടുണ്ട്, ടീച്ച് ചെയ്തിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് ശക്തമായി ആ മീറ്റിംഗിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. ജനം ഉരുണ്ടതും ജനം ആത്മാവിൽ നിറഞ്ഞതും എന്നാൽ വിവരിപ്പാൻ സാധ്യമല്ല. ഒരു കുപ്പി ഗ്ലാസ് കീഴേറ്റ് ഉടയുന്നത് പോലെ ഉള്ളങ്ങൾ ഉടയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേശം മാറണമെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ മാറി വരണം. പ്രൈസ് ദി ലോർഡ്. ജനങ്ങളുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടാകണം. ഐക്യത്തിനു വേണ്ടി എന്തും വിട്ടുവിടുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഐക്യമുണ്ടാകണമെങ്കിൽ കുറ്റങ്ങളെ സമ്മതിപ്പാൻ, ആ കുറ്റങ്ങളെ സമ്മതിക്കുമ്പോൾ അത് ഏറ്റുപറയുവാൻ, അടുത്ത് നമ്മൾ ക്ഷമിപ്പാൻ തയ്യാറാകണം. അത് ഒരു വില കെട്ടി വെക്കേണ്ടി വരും. അബ്സല്യൂട്ട്ലി ട്രൂ. നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ സാത്താൻ ജയിക്കേണ്ടി വരും. അബ്രഹാം വിട്ടുകൊടുത്തു, ലോത്ത് വിട്ടുകൊടുത്തില്ല. വിട്ടുകൊടുത്ത അബ്രഹാമിന് ഒന്നും നഷ്ടപ്പെടാതിരുന്നപ്പോൾ വിട്ടുകൊടുക്കാത്ത ലോത്തിന് സകലവും നഷ്ടപ്പെട്ടു. നമ്മുടെ സഭകൾ വളരുവാൻ, നമ്മുടെ കുടുംബങ്ങൾ വളരുവാൻ, നമ്മുടെ മൂവ്മെൻറ്റുകൾ വളരുവാൻ, ഒരു പുതിയ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ദേശം യേശുവിൻ്റെ കൊടിക്കീഴിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ്സ് പർപ്പസ്. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം എടുക്കാം. യെശയ്യാ 9-ാം അധ്യായം. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ബുക്കുകൾ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഉള്ള പല ഭാഷകളിൽ ഈ ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ കോപ്പി തീർന്നതുകൊണ്ടാണ് ഞങ്ങൾ സെറാക്സ് എടുത്ത് കൊടുക്കുന്നത്. അത് വായിച്ചിട്ടുള്ള അനേക ബൈബിൾ കോളേജ് സ്റ്റുഡൻസുകൾ, അനേക സഭകളിലെ ആളുകൾ സുവിശേഷത്തെക്കുറിച്ച് ഇഗ്നേറ്റ്, ഒരു ഫയർ, ഒരു ഉന്തുതൽ ഉണ്ടാകാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഈ നെയ്മേ കർത്താവ് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കുറച്ച് കോപ്പികളേ ഉള്ളൂ. നിങ്ങളത് മറന്നുപോകാതെ വാങ്ങിക്കൊണ്ട് പോകണം എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. അത് എൻ്റെ മെസ്സേജുകൾ, പല മെസ്സേജുകൾ MP3 ആക്കി കാറിൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കത്തക്കവണ്ണം, അതെല്ലാം എൻ്റെ TV പ്രോഗ്രാമിനുള്ള മെസ്സേജുകളാണ്. അതുപോലെ 2 DVD ഉണ്ട്. ഒന്ന് ഇന്ന് രാമേശ്വരത്തിൽ നടക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണേണ്ടതാണ്. എന്താണെന്ന് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നടക്കപ്പെട്ട VBSൽ രാമേശ്വരം ഐലൻഡിൽ നിന്നും 2300 പിള്ളേർ കടന്നു വന്നു. ഇത് രാമേശ്വരത്ത് നടക്കുമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏതോ ഭാഗത്തും നടക്കും. അതൊക്കെ നിങ്ങൾ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള 2 മൂവി അതിനകത്ത് ഉണ്ട്. 2 മൂവി, പിന്നെ 2 MP3. അവരത് വിലയ്ക്ക് കൊടുക്കുകയല്ല, നിങ്ങളുടെ കാര്യങ്ങൾ എത്താൻ വേണ്ടി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും, പ്രയോജനകരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6ഉം 7ഉം വചനം വായിക്കാം. 6ഉം 7ഉം വചനം വായിക്കാം. നമുക്ക് ഒരു ശിശു, മൈക്രോഫോൺ കൂടെ വായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അടുത്ത് അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെട്ടി. അടുത്ത്
അവന്റെ ആധിപത്യത്തിന്റെ വർധനവിന് സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. There will be no end. ഈ സാമ്രാജ്യത്തിന്റെ സമാധാനത്തിനും വർധനവിനും മറ്റു ഏതൊരു കക്ഷിയുടെയും വർധനവിനും ഒരു പീരീഡ് ഉണ്ടാവും. പിന്നെ പോയി കേൾക്കാനില്ല. ഇതിന്റെ സമാധാനത്തിനും വർധനവിനും അവസാനമുണ്ടാകില്ല. അത് വളർന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ മാത്രം വളരുകയല്ല, ഇപ്പോഴേ വളർന്നുകൊണ്ടിരിക്കും. യേശു ഭൂമിയിൽ വന്ന് ഭരിക്കുക മാത്രമല്ല, വരും ഭരിക്കും. ഇപ്പോഴേ അവിടെ ഇരുന്നു കൊണ്ട് ഭൂമിയെ ഭരിക്കും. ഹല്ലേലൂയ. He will be reigning. ആമേൻ. ഇതേ പ്രൊഫസി ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതേ വാക്കുകൾ തന്നെയാണ് മറിയോട് പറഞ്ഞത്. അത് ആശ്ചര്യമാണ്. ആമേൻ. ലൂക്കോസ് സാധാരണ നമ്മൾ ഈ പോർഷൻ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേനാള് എടുത്തു വെച്ച് വായിക്കും. പിന്നെ തുറക്കുന്നത് അടുത്ത ക്രിസ്മസിനാണ്. കാരണം അങ്ങനെയുള്ള ഭാഗം ഈ ഭാഗം. ആമേൻ. ഇന്ന് ക്രിസ്മസ് അല്ല, ഇനി നമുക്ക് ഒരു മാസം കൂടെ ഉണ്ട്. ആമേൻ. ലൂക്കോസ് സുവിശേഷം എടുക്കാം, 1-ാം അധ്യായം 30 മുതൽ 33 വരെ വായിക്കാം. മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അടുത്ത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അടുത്ത് മറിയ ദൂതനോട്, ഓക്കെ, ഇതിൽ പറയുമ്പോൾ അവന്റെ രാജ്യമുണ്ട്. ആമേൻ. അതിന്റെ വളർച്ചയ്ക്ക് ഒരു എൻഡ് ഉണ്ടാകത്തില്ല. അത് വളർന്നുകൊണ്ടിരിക്കും. 25 വർഷത്തിന് മുമ്പുള്ളതിനേക്കാളും അവന്റെ രാജ്യം ഇന്ന് വളർന്നു. പ്രതീക്ഷിക്കാൻ ചിന്തിക്കാത്ത നിലയിൽ വളർന്നു. കർത്താവിന്റെ വരവ് ഇനിയും ഇതുപോലെ ഒരു ഡെറ്റ് താമസിച്ചാൽ ഇതിനേക്കാൾ 100 മടങ്ങ് വളരും. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ വളരുകയല്ല, അതിനുവേണ്ടി വാരിയേഴ്സ് ആവശ്യമാണ്. അതിനുവേണ്ടി വയലന്റ് വാരിയേഴ്സ് ആവശ്യമാണ്. ജീവനെ തൃണമൽ ഗണിച്ചുകൊണ്ട് എനിമി ക്യാമ്പിൽ കടന്നു പോകുവാൻ, അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പൗലോസോട് പറയുമ്പോൾ പറയുന്നു. പൗലോസിന്റെ കൺവേർഷനെ കുറിച്ച് 3 ഇടങ്ങളിൽ കാണാം. ആക്ട്സ് 9, ആക്ട്സ് 22, ആക്ട്സ് 26. ആമേൻ. ഈ 3 ഇടങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങളിൽ അത് ഒരിടത്ത് പറയുകയാണ്, ഞാൻ നിന്നെ നിയോഗിക്കുന്നതിന്റെ കാരണം നീ ഇരുളിൽ നിന്നും ജനത്തെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുവാൻ, സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ. ഇപ്പോൾ ഹല്ലേലൂയ. അവരെ ഒരു കിങ്ഡത്തിൽ നിന്നും, ഒരു കിങ്ങിന്റെ അധീനതയിൽ നിന്നും ഡെലിവർ ചെയ്ത് വേറൊരു കിങ്ഡത്തിലേക്ക്, വേറൊരു കിങ്ങിന്റെ കീഴിൽ കൊണ്ടുവരിക. ആ കിങ്ഡമാണ് ഗോഡ്സ് കിങ്ഡം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10 നമുക്ക് വായിക്കാം. ലൂക്കോസ് 2:10. ദൂതൻ ആട്ടിടയരോട് പറയുകയാണ്, പ്രത്യക്ഷപ്പെട്ട് ആട്ടിന്മാരെല്ലാം ഭയപരവശരായി പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ആര് പറയുന്നു? സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് വിശേഷിക്കുന്നു. സ്വർഗത്തിലെ പ്ലാൻ യേശു ഭൂമിയിൽ ജനിച്ചതിനാൽ സർവജനത്തിനും സന്തോഷമല്ല, മഹാസന്തോഷം. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം ജീവൻ പോകേണ്ടി വന്നാലും സകലരെയും അറിയിക്കണം. ഒന്ന് ചിന്തിക്കണം. സൂസൻ രാജധാനിയിൽ നിന്നും ഹാമാന്റെ തന്ത്രത്താൽ ഒരു ഡിഗ്രി പാസ്സായി. എന്ത്? യഹൂദന്മാരെ ഒരു കുറിപ്പിട്ട ടൈമിൽ എല്ലാരെയും നിഗ്രഹിക്കണം. ആ ദൂത്, ആ സന്ദേശം ആരെല്ലാം കേട്ടോ അവിടെയെല്ലാം കരച്ചിൽ, നിലവിളി, ചാക്ക് പുതച്ചുകൊണ്ട്
വേദനയിൽ കഴിയുക. വേറൊരു സ്ത്രീ, ഒരു എസ്റ്റർ, ജീവനത്തണവൽ ഗണിച്ചുകൊണ്ട് മരിച്ചാൽ മരിക്കട്ടെ, അവൾ കൊട്ടാരത്തിൽ രാജാവിന്റെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് വേറൊരു ഡിഗ്രി പാസ്സായി. അവൾ പോകാതിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? അതുകൊണ്ട് വളരെ വേഗത്തിൽ പട്ടാളക്കാർ പുതിയ ഡിഗ്രിയുമായി യാത്ര ചെയ്യുകയാണ്. 120 പ്രോവിൻസ്, ഇന്ത്യ വരെ പല മാസങ്ങളെടുത്തു. ഏകദേശം 9 മാസം 10 ദിവസം എന്നെടുത്തു യാത്രയ്ക്ക്. ഇന്നത്തെ പോലെ യാത്ര സൗകര്യമില്ല, റോഡില്ല. റോമൻ റോഡ്സ് ആണെന്നുള്ളത്. റോമൻ റോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള കല്ലുകൾ ചേർത്ത് ഇണച്ചു വെച്ച് ഇടയ്ക്ക് ചാന്ത് വെച്ച് ഉറപ്പിക്കും. ഏതാണ്ട് ആ ചുവരിൽ നിന്നും ഇത്ര ദൂരമുണ്ടാകും. കുതിരകൾ ഓടുന്നതിന് വേണ്ടിയാണ് ഈ കല്ലുകൾ. അതിൽ പോളിഷ് ചെയ്ത കല്ലുകളല്ല, പരുക്കൻ കല്ലുകൾ. എന്നാലേ കുതിരയുടെ അതിൻ്റെ കുളമ്പുകൾക്ക് ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. അതിനാണ് റോമൻ റോഡ്സ് എന്ന് പറയുന്നത്. ഈ റോഡിൽ കൂടെയുള്ള യാത്ര പൊടിപടലങ്ങൾ. എവിടെ കിടക്കും, എന്ത് കഴിക്കും, പല ചോദ്യങ്ങൾ. മറുപടി നോ പ്രോബ്ലം, ഈ ദൂത് എത്തിക്കണം. യു ഹിയർ മീ, യു ഹിയർ മീ. ആമേൻ. ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ റിലീസ് ചെയ്തു. അമ്മമാർ അവരുടെ മക്കളെ റിലീസ് ചെയ്തു. ചെറുപ്പക്കാർ പോകാൻ തയ്യാറായി. ഇത് എവിടെയെല്ലാം ഈ സന്ദേശം പോയോ അവിടെയെല്ലാം സന്തോഷവും ഉല്ലാസവും കടന്നു വന്നു. ഈ നിർമ്മല സുവിശേഷം ആടെല്ലാം കാതുകൾ കേൾപ്പിക്കപ്പെടുമോ അവർക്കെല്ലാം നിത്യജീവൻ കൊടുക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കുള്ള ഇന്നത്തെ സൗകര്യം നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ, പ്രിന്റിംഗ് ഫെസിലിറ്റീസ് ലോകത്തെ കീഴ്മേൽ മറിക്കുമായിരുന്നു. ഇതൊന്നുമില്ലാതിരിക്കെ അന്നത്തെ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിച്ചു പഴയ മിഷണറിമാർ. Can you think about it? ഇന്ന് ഇംഗ്ലണ്ടിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഇന്ത്യക്ക് പുറപ്പെട്ട ബന്ധത്തിനെടുക്കുന്ന സമയം 8 മണിക്കൂർ ഫ്ലൈറ്റിൽ. അത് തന്നെ ലോങ് എന്നാണ് പറയുന്നത്. അന്ന് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടാൽ ഇന്ത്യക്ക് വരാനെടുക്കുന്ന സമയം 8 അല്ലെങ്കിൽ 10 മാസമാണ്. എവിടെ നോക്കിയാലും കാണുന്നത് കടലാണ്. യാത്ര ചെയ്തവർ പുറപ്പെട്ടു വരുമ്പോൾ പലരും യാത്ര ചെയ്ത് വരുന്ന ആളുകൾ അവരൊരു ശവപ്പെട്ടി കൂടെ കൊണ്ടുവരുമായിരുന്നു. ആ ശവപ്പെട്ടിക്കകത്താണ് ബൂട്ട്സ്, സൂട്ട്, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. ഒരു കപ്പൽ മിസ് ചെയ്താൽ അടുത്ത കപ്പൽ ചിലപ്പോൾ പുറപ്പെടാൻ പല മാസങ്ങളെടുക്കും. അതുകൊണ്ട് ആ കപ്പൽ പോകുന്നതിന് മുമ്പ് അതിൽ യാത്ര ചെയ്യണം. അതിനേക്കാളും ഇന്ത്യയോ ആഫ്രിക്കയോ മലേഷ്യയോ ഇന്തോനേഷ്യയോ സിലോണോ നല്ല ക്ലൈമറ്റ് ഉള്ളത് കൊണ്ടല്ല, നല്ല ഫുഡ് ഉള്ളത് കൊണ്ടല്ല, നല്ല ട്രീറ്റ്മെന്റ് ഉള്ളത് കൊണ്ടല്ല. ഈ നിർമ്മല സുവിശേഷം ഇവരറിയണം എന്നുള്ള ഭാരമുള്ളത് കൊണ്ടാണ്, ആ തീ ഉള്ളത് കൊണ്ടാണ്. ഇന്നത്തെ പൂർണ്ണ സുവിശേഷം അറിഞ്ഞവരല്ലായിരുന്നു അവർ. വിശ്വാസത്തുള്ള നീതീകരണം മാത്രം മനസ്സിലാക്കിയവരായിരുന്നു. നാടും കൂടും വിട്ടവർ യാത്ര ചെയ്തു. അന്ന് കപ്പൽ ഇന്ത്യക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പത്തി ചെയ്യുന്ന പല സാധനങ്ങൾ, ബ്ലേഡുകൾ, കത്തിരികൾ, ഇതുപോലെ പല സാധനങ്ങളെ കൊണ്ടുവരുന്ന പല തുറമുഖങ്ങളിൽ ഇറക്കി അൺലോഡ് ചെയ്ത് അവിടുത്തെ ഭക്ഷണ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക പോയി. ആ സൗത്ത് ആഫ്രിക്ക ചുറ്റി വേണം ഇന്ത്യയിൽ വരാൻ. കടൽ ശക്തമായ അലയാണെങ്കിൽ ആ അല നിമിത്തം പലരും മരിക്കും. ഇവർ കൊണ്ടുവന്ന് ശവപ്പെട്ടിയിടത്തുള്ള സാധനത്തെ മാറ്റി ശവത്തെ അതിനകത്ത് വെച്ച് കടലിൽ കെട്ടിയിറക്കുമായിരുന്നു. ഇവർക്കറിയാം. ഇവിടെ നിങ്ങൾ യാത്ര പുറപ്പെട്ടാലും ഇന്ത്യയിലോ ഇന്തോനേഷ്യയിലോ സിലോണിലോ പോയി എത്തില്ലെന്നും വരാം. ഇത് കണ്ടുകൊണ്ടായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. യു ഹിയർ മീ. ഞാൻ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ജോൺ വെസ്ലിയുടെ വീട് കാണാനായിട്ട് പോയി. സുപ്രസിദ്ധ പ്രാസംഗി. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഇന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇത്ര പൊക്കമുള്ള ഒരു കൊച്ചു മനുഷ്യനാണ്. തൻ്റെ ഹൃദയം വിശാലമായ ഹൃദയം. അന്നത്തെ ആളുകൾക്കെല്ലാം മുടി നല്ല നീളമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുവിലും മുടി നല്ല നീളമാണ്. ആ ഗൈഡ് എന്നെ പറഞ്ഞു, സാറേ, പല കാര്യങ്ങൾ ആളുകൾക്ക് അറിയത്തില്ല. ഈ മനുഷ്യൻ കൊച്ചു മനുഷ്യനാണ്. താൻ മേരേജായ മനുഷ്യനായിരുന്നു, മക്കളില്ല.
തൻ്റെ ഈ സുവിശേഷ യത്നത്തിന് തൻ്റെ ഭാര്യ അനുകൂലമല്ലായിരുന്നു. അന്നത്തെ യാത്രയെല്ലാം കുതിരപ്പുറത്താണ്. ഇദ്ദേഹം കുതിരപ്പുറത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയി മടങ്ങി വരുമ്പോൾ ഭാര്യ മുടിയെ പിടിച്ച് വലിച്ചു വെച്ചുകൊണ്ട് ഇടിക്കുമായിരുന്നു. കുതിര അടിക്കുന്ന ചാട്ടവാറ് കൊണ്ട് ജോൺ വെസ്ലി അടിക്കുമായിരുന്നു. ഇതെല്ലാം ഏറ്റുകൊണ്ടാണ് തൻ്റെ അടുത്ത മിഷനറി പ്രയാണം. താൻ ഇരിക്കാൻ ഉപയോഗിച്ച ചെയർ ഒരു ചെറിയ ചെയറാണ്. അതിൻ്റെ മുൻഭാഗത്ത് 2 കാലും പുറകുഭാഗത്ത് 1 കാലും. ചെറിയ ആളിനെ ചെറിയ ചെയർ മതി. സ്തോത്രം. നമുക്കൊക്കെ 5 കാലുള്ള ചെയറുണ്ടെങ്കിൽ ശരിയാകത്തുള്ളൂ. സ്തോത്രം. ആമേൻ. തൻ്റെ യാത്ര കുതിരപ്പുറത്ത് ഗൈഡനോട് പറഞ്ഞത് ഇപ്രകാരമാണ്. താൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തത് ഭൂമി മൊത്തം 40,000 കിലോമീറ്റർ ചുറ്റളവുള്ളൂ. ഈ ഭൂമിയെ 10 പ്രാവശ്യം ചുറ്റുവാനുള്ള ദൂരമാണ് കുതിരയിൽ ഈ ജോൺ വെസ്ലി യാത്ര ചെയ്തത്. ഇത് സത്യം അറിയാൻ ഞാൻ അവിടെ ബയോഗ്രഫി വായിക്കാൻ തുടങ്ങി. എന്നെ ഞെട്ടിപ്പിച്ചു. സഹോദരന്മാർ, വെറുതെ അല്ല ഈ സുവിശേഷം നമ്മുടെ നാട്ടിൽ പരക്കപ്പെട്ടത്. അതിൻ്റെ പുറകിൽ അനേകർ വില കെട്ടിവെച്ചു, ജീവനെ ത്യാഗമർപ്പിച്ചു. ഈ സമയത്താണ് വില്യം കെരിൻഡിലേക്ക് കടന്നു വരുന്നത്. തന്നോട് കൂടെ പല മിഷനുമാരും കടന്നു വന്നു. കൽക്കട്ടയിൽ കോളറ ആരംഭിച്ചു. കൽക്കട്ടയിലെ ഹുബ്ലി നദിയുടെ കരയിൽ താൻ വർക്ക് ആരംഭിച്ചു. പലരും അടുത്ത കപ്പലിൽ കയറി ജീവരക്ഷയ്ക്ക് മടങ്ങിപ്പോയി. വില്യം കയറി പോയില്ല. തൻ്റെ മകൻ അവിടെ മരിച്ചു. സ്വന്തം കയ്യാൽ അമ്മയും അപ്പനും കൂടെ വേറെ ആരും അടക്കാനില്ല. സ്വന്തം മകനെ അടക്കം ചെയ്തു. തൻ്റെ ഭാര്യ മരിച്ചു. 40 വർഷം അവിടെ വേല ചെയ്തു. ഒരു പ്രാവശ്യം പോലും ഇംഗ്ലണ്ടിൽ മടങ്ങിപ്പോയില്ല. അതിനുള്ള കാരണമെന്ത്? പോകാൻ മനസ്സിലാഞ്ഞിട്ടല്ല, പോകാൻ സൗകര്യമില്ലാഞ്ഞിട്ടല്ല. ഈ ദീപം ഇന്ത്യയിൽ കത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കണക്ക് കൊടുക്കണം സഹോദരന്മാരെ. അപ്പോസ്തലൻ പൗലോസ് എഫെസോസിൽ പ്രവർത്തിച്ചപ്പോൾ അവിടുത്തെ അശുദ്ധാത്മാക്കൾ നടുങ്ങുകയായിരുന്നു. ആമേൻ. അശുദ്ധാത്മ വിളിക്കുകയാണ്, നിങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. മന്ത്രവാദികൾ ഗ്രന്ഥങ്ങളെ കൊണ്ടുവന്നു സ്ട്രീറ്റിനെ നടുക്ക് വെച്ചുകൊണ്ട് കൊളുത്താൻ ആരംഭിച്ചു. അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ബുക്കുകൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊരിന്ത് പട്ടണത്തിലെ ആളുകൾക്ക് പൗലോസ് ലേഖനം എഴുതുന്നത്. 1-ാമത്തെ ലേഖനം. ഈ കൊരിന്ത് ആളുകളുടെ ചിന്താഗതി എന്ത്? തിന്നുക, കുടിക്കുക, നല്ല ഏമ്പലിടുക, കിടന്ന് ഉറങ്ങുക, സുഖിക്കുക. ആമേൻ. ലേസി പീപ്പിൾ. അവർക്ക് പൗലോസ് എഴുതുകയാണ്. എന്താ എഴുതുന്നത്? നമ്മളിങ്ങനെ ജീവിച്ചാൽ എല്ലാവരും ഈക്വൽ അല്ല, ഡിഫറൻ്റ് ഉണ്ട്. ആമേൻ, ആമേൻ. ഇവർക്ക് എല്ലാ ഫുഡും അറിയാം. അവരുടെ ഫിലോസഫി തിന്നുക, കുടിക്കുക, എൻജോയ് ചെയ്യുക. ഇതിനുവേണ്ടി അഖായ പട്ടണത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും അവൻ്റെ ക്യാപിറ്റലായ കൊരിന്ത് പട്ടണത്തിലേക്ക് ആളുകൾ ധാരാളം പണവുമായി കടന്നു വരും. ഉല്ലാസം കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങിപ്പോകും, പണം ഉണ്ടാക്കി തിരിച്ചവിടെ കടന്നു വരും. വേശ്യാവൃത്തിക്ക് വേണ്ടി, ദുർമാർഗത്തിന് വേണ്ടി. പൗലോസ് എഴുതുന്നു, എല്ലാ മാംസവും ഒന്നുപോലെ അല്ല. നിങ്ങൾക്കറിയാം, മത്സ്യത്തിൻ്റെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷിയുടെ മാംസം വേറെ. അടുത്ത് പറയുന്നു, എല്ലാ പ്രകാശവും ഒന്നുപോലെയല്ല. സൂര്യൻ്റെ പ്രകാശം വേറെ, ചന്ദ്രൻ്റെ പ്രകാശം വേറെ, നക്ഷത്രത്തിൻ്റെ പ്രകാശം വേറെ. നക്ഷത്രത്തിൻ്റെ പ്രകാശം കൊണ്ട് ഡിഫറൻസ് ഉള്ളതാണ്. ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത്, അങ്ങനെ ആകുന്നു മരിച്ചവരുടെ പുനരുത്ഥാനവും. ഇത് നമ്മൾ സാധാരണ ഈ പോർഷൻ വായിക്കാറുള്ളത് കുഴിയെടുത്തിട്ട് ശവപ്പെട്ടിയെ അടുത്ത് വെച്ച് ശവം അകത്തിരിക്കുമ്പോൾ ഇതിനകത്തിറക്കുന്നതിന് മുമ്പാണ് ഇത് വായിക്കുന്നത്. അങ്ങനെ വായിക്കാൻ വേണ്ടിയല്ല പൗലോസ് എഴുതിയത്. ചാകുന്നതിന് മുമ്പ്, മണ്ണിനകത്ത് പോകുന്നതിന് മുമ്പ്, ഉയിരോട് ഇരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പൗലോസ് എഴുതിയതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അനേകം മക്കൾക്ക് ലഭിക്കാത്ത സ്വാതന്ത്ര്യം. ഇതെല്ലാം അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഇതിനെ തക്കത്തിൽ ഉപയോഗിക്കാം. പ്രാർത്ഥനയോടെ ദൈവിക ദർശനങ്ങൾക്ക് കണ്ണു കൊടുക്കാം, അവൻ്റെ ശബ്ദങ്ങൾക്ക് കാത് കൊടുക്കാം. നിങ്ങളെ കർത്താവ് ഗൈഡ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എവിടെ പോകണം, ഏത് ഇടത്തിൽ പോകണം, ഏത് ടൗണിൽ പോകണം, ഏത് സ്ട്രീറ്റിൽ പോകണം, ആ ബന്ധത്തെ തുണ്ടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. അപ്പോൾ യേശു ജനിച്ചപ്പോൾ പറയുന്നത് പറഞ്ഞത്, ഇത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സകല ജനം, അതിൽ ആരെല്ലാം ഉൾപ്പെടുമോ അതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെ വായിക്കാം. സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള വെളിച്ചവും നിന്റെ ജനമായ ഇസ്രായേലിന് മഹത്വമായി സകല ജാതികളുടെ മേലും നീ സകല ജാതികളുടെ മുമ്പാകെ നീ ഒരുക്കിയ നിന്റെ രക്ഷയെ കണ്ടു. ഈ രക്ഷ ദൈവം ഒരുക്കിയ രക്ഷയാണ്. സകല ജാതികൾക്ക് ഒരുക്കിയ രക്ഷയാണ്. അങ്ങനെയെങ്കിൽ ഇത് സകല ജാതികളോടും ഈ രക്ഷ അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. അതേ ശുശ്രൂഷ തുടർന്ന് ചെയ്യുവാൻ താൻ ശിഷ്യന്മാരെ അധികാരം ശക്തി കൊടുത്ത് നിയോഗിച്ചു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു 40 നാൾ ശിഷ്യന്മാരോട് കൂടെ നടന്ന് ഒരു പ്രത്യേക സബ്ജക്റ്റ് ടീച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആ സബ്ജക്റ്റ് ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സഭ വേറെ, ദൈവരാജ്യം വേറെ. സഭയ്ക്കൊരു ബിഗിനിങ് ഉണ്ട്, സഭയ്ക്കൊരു എൻഡ് ഉണ്ട്. സഭ പെന്തക്കോസ്ത് നാളിൽ സഭ ഉടലെടുത്തു. പെറൂസിയ, കർത്താവിൻ്റെ മടങ്ങി വരവിൽ സഭ എടുത്തുകൊള്ളപ്പെടും. എന്നാൽ ദൈവരാജ്യം അതിനൊരു ബിഗിനിങ് ഇല്ല, അതിനൊരു എൻഡ് ഇല്ല. സഭ എന്നുള്ളത് ദൈവരാജ്യത്തിലേക്ക് ആളുകളെ കടത്തി വിടുന്ന ഒരു കവാടമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം ഒരു മിസ്റ്ററിയാണ്. യേശുവിന്റെ പ്രസംഗം ദൈവരാജ്യമായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രസംഗവും ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. അതിൻ്റെ വേലക്കാരായി ജീവിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുമ്പോൾ നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു. ഇപ്പോൾ യേശു മരിച്ചു സ്വർഗ്ഗാരോഹണം ചെയ്തതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. എന്ത് ചെയ്യണം? സബ്ജക്റ്റ് എന്തോന്ന്? മാനസാന്തരവും പാപമോചനവും. എവിടെ തുടങ്ങണം? യെരൂശലേമിൽ. എവിടെ പ്രസംഗിക്കണം? സകല ജാതികളിലും. ഇത് പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞത്, അതിനു മുമ്പ് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം കാത്തിരിക്കണം, പിന്നെ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചു. ആ സമയത്തിൽ പത്രോസ്, നിങ്ങളോട് ഞാൻ ഒരു മർമ്മം പറയാം. അത് എല്ലാവർക്കും ഗ്രഹിക്കാൻ പ്രയാസം, ഗ്രഹിക്കാൻ ആത്മാവ് ഗൈഡ് ചെയ്യുന്നവർക്ക് അത് റെവലേഷനായിട്ട് വരും. ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നതിന് മുമ്പ് ഇവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ലൂക്കോസിന്റെ എൻ്റെ കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല ചെയ്തത്, അവിടെ ഇരുന്നു കൊണ്ട് അവർ ന്യായപ്രമാണവും സങ്കീർത്തന പുസ്തകത്തെയും വായിച്ച് ധ്യാനിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സീ, ഇപ്പോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങിയപ്പോൾ പത്രോസ് പ്രസംഗിക്കുമ്പോൾ യോവേൽ പ്രവചന പുസ്തകവും അതുപോലെ ആവർത്തന പുസ്തകവും സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും യേശുവിനെ കുറിച്ച് ഉദ്ധരിച്ച ഭാഗങ്ങൾ ഇവർ എടുത്ത് പ്രസ്താവിപ്പാൻ ആരംഭിച്ചു. ഇതുവരെ സംഭവിച്ചതെന്ത്? യേശു ചിലപ്പോഴെല്ലാം വരും, ഇവർക്ക് പ്രത്യക്ഷപ്പെടും, അങ്ങ് പോകും, പിന്നെയും വരും, അങ്ങ് പോകും, പിന്നെയും വരും, അങ്ങ് പോകും. ഇപ്പോൾ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം ഇവരെ കൂട്ടിക്കൊണ്ട് ഒലിമലയ്ക്ക് പോയി. കൈ ഉയർത്തി അനുഗ്രഹിച്ചു. മേഘം വന്നു, പൊങ്ങി 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 അങ്ങ് പോയി, പിന്നെ കാണാനില്ല. ഈ പോയതിനും നേരത്തെ വന്നു പോയതിനും ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് ചിന്തിച്ചു, എന്താ സംഭവം, ഇനി വരത്തില്ലേ, നേരത്തെ വന്നു പോയതുപോലെ. ഏതോ ഒരു ചിന്താക്കുഴപ്പമുണ്ടായി. ഈ ചിന്താക്കുഴപ്പമുണ്ടായപ്പോൾ സങ്കീർത്തനം 110-ന്റെ 1-ാം വചനം അവർക്ക് ജ്ഞാപകത്തിൽ വന്നു. വായിക്കാം, ആ വചനം വായിക്കാം. സങ്കീർത്തനം 110-1 വായിക്കാം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, എന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക. എന്ത് ചെയ്യുക? നീ എന്റെ വലത്തുഭാഗത്തിരിക്ക. ഈ വചന അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഓ, അപ്പൊ ഈ പോകുന്ന കർത്താവ്
അവിടെ ഇരുന്നു കൊണ്ട് ഭരിക്കാൻ പോവുക. ഏതുവരെ? ശത്രുക്കൾ പാദപീഠമാകുന്നത് വരെ. അവിടെ ഇരുന്ന് ചുമ്മാ ഇരിക്കുകയല്ല, ശത്രുക്കളെ പാദപീഠമാക്കുകയാണ്. എല്ലാ ശത്രുക്കളും പാദപീഠമാകുന്നതിനെയും വലതുഭാഗത്തിരിക്കണം. അപ്പൊ ഇപ്പം വരത്തില്ല. നമുക്കൊരു ജോലിയുണ്ട്, മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കാം. സ്തോത്രം. മൈൻഡ് ചേഞ്ച് ആയി. ഡു യു ഫോളോ മീ? ആമേൻ. മൂന്നാമധ്യായം എടുക്കാം. മൂന്നാമധ്യായം 21 വചനം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 3:21. ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ അവന്റെ വിശുദ്ധ പ്രവാചകന്മാർ, നല്ല ശ്രദ്ധിക്കണം, ദൈവം ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം, യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. സ്വർഗം അവനെ കൈക്കൊള്ളണം. വിടരുത്, പിന്നെ വിടൂ. ഇതവർക്ക് മനസ്സിലായി. ഓ, ഈ 110 സംഘത്തിന് 1-ാം വചനവും ശത്രുക്കൾ പാതപീഠമാകുമ്പോഴും വലതു ഭാഗത്തിരിക്കുക. ഇതോടുകൂടെയാണ് അവർ മറ്റെല്ലാം മറന്നു. സകലരുടെ സുവിശേഷം അറിയിക്കണം എന്ന ഭാരത്തോടെ അവർ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിന് അനേകം മർമ്മങ്ങളുണ്ട്. നിങ്ങളോട് പബ്ലിക് പ്രീച്ച് ചെയ്യാൻ പ്രയാസം. നമ്മുടെ വിശ്വാസമാണ് നമ്മളെ ഒന്നാക്കി തീർക്കുന്നത്. ഒരു വ്യക്തി ആക്റ്റീവാക്കി തീർക്കുന്നതോ ഇന്നാക്റ്റീവാക്കി തീർക്കുന്നതോ. ഈ വചനങ്ങൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പാൻ തുടങ്ങിയപ്പോൾ ദൈവൻ്റെ പൂർവാധിക ശക്തി പ്രവർത്തിപ്പാൻ എനിക്ക് ദൈവം ബലം തരാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ദൈവം ദേശങ്ങളെ എൻ്റെ മുമ്പിൽ കാണിപ്പാനായിട്ട് ആരംഭിച്ചു. രാജ്യങ്ങളെ കാണിക്കാൻ ആരംഭിച്ചു. അവിടെ കടന്നു പോകുവാൻ ദൈവം വഴികളെ തുറക്കാൻ ആരംഭിച്ചു. ഞാനവിടെ പറഞ്ഞു, പൗലോസ്, നീ തമിഴ്നാട്ടിലുള്ള പള്ളിക്കൂടങ്ങളിൽ സുവിശേഷ പ്രതികളെ വിതരണം ചെയ്യണം. അപ്പോൾ മനസ്സിലായി, വരും തലമുറകളിൽ ഈ സ്റ്റുഡൻസ് പലരും ഏതോ ഒരു വലിയ മാറ്റം അവരിൽ വരാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള ഗോസ്പൽസ് ബുക്സുകളെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു, പാക്ക് ചെയ്തു, വണ്ടി റെഡിയാക്കി, ടീം വർക്കുകൾ ആരംഭിച്ചു. കന്യാകുമാരി മുതൽ ഉള്ള സ്കൂൾ വർക്കുകൾ ചെയ്യാൻ ആരംഭിച്ചു. ഇങ്ങനെ സ്കൂൾ വർക്ക് ചെയ്ത് പോകെ തൂത്തുക്കുടിക്ക് അടുത്തുള്ള ഒരു വേമ്പാർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം, അവിടെ പുറത്തുനിന്ന് കടന്നു പോയി. അവിടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ യാത്രയിൽ നീ പോകരുത്, പോകാതെ ഈ പോകുന്നവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഈ യാത്രയിൽ വരാതെ എനിക്ക് വീട്ടിൽ ചെയ്തതിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞാൻ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. എൻ്റെ 2 മക്കളെയും ടീമകളെയും കൂട്ടിക്കൊണ്ട് ഈ വേമ്പാർ ഭാഗത്തേക്ക് കടന്നുപോയി. ഞങ്ങൾ ഒരു തലേ ദിവസം പോയി അവിടെ വിശ്രമിച്ചു. അവിടെ എത്ര സ്കൂളുണ്ടെന്ന് ഞങ്ങൾ സെൻസർ ചെയ്തു. എല്ലാ സ്കൂളെയും ആ സ്കൂൾ ടൈമിന് മുമ്പ് റീച്ച് ചെയ്യാൻ പദ്ധതി കിട്ടും. അധ്യാപകർ വരുന്നതിന് മുമ്പ് പിള്ളേർക്കെല്ലാം ബുക്ക് കൊടുക്കണം. എന്നിട്ട് ടീ വരുന്ന മുമ്പ് സ്ഥലം വിടണം. സ്തോത്രം. അല്ലാതെ ഇവരെല്ലാം തിരിച്ചു വന്ന് ഞങ്ങളെ കൊണ്ട് തിരിച്ച് തരിപ്പിക്കും. ആമേൻ. അതുകൊണ്ട് അവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥലം വിട്ടേക്കും. സ്തോത്രം. ഞാൻ ഒരു സ്കൂളിൽ, പല സ്കൂളിൽ ഇവരെല്ലാം ഡിവൈഡ് അയച്ചതിന് ശേഷം ഒരിടത്ത് വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത മകനെ കൂട്ടിയിട്ട് വന്നപ്പോൾ ടീമംഗങ്ങൾ പറഞ്ഞു, സാറേ, നടക്കുന്ന കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങളുടെ 2ാമത്തെ മകൻ ഇസ്രായേൽ, അവനപ്പോൾ 15 വയസ്സാണെന്ന് തോന്നുന്നു, കൊച്ചു പയ്യൻ. അവൻ ആ ഒരു വേപ്പ് മരത്തിൻ്റെ അടുത്തുള്ള ഒരു പള്ളിക്കൂടത്ത് സുവിശേഷം കൊടുക്കാൻ പോയി. സുവിശേഷ വിരോധികൾ അവന് ഭയങ്കരമായി അടിയോടടി അടിച്ചു. അവിടെ സ്കൂളിൽ ഉണ്ടായിരുന്നൊരു ടീച്ചർ ഈ കാഴ്ച കണ്ട് മയങ്ങി വീണു. ആ ടീച്ചറിനെ സൈക്കിൾ രക്ഷയിൽ വെച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ചോദിച്ചു, എൻ്റെ മോൻ എന്ത് പറ്റി? അറിയത്തില്ല. നിങ്ങൾ എന്താ പോയി സഹായിക്കാത്തത്? ഞങ്ങൾ പോയാൽ ഞങ്ങളെയും കൊല്ലും സാറേ. അപ്പോഴേ മനസ്സിലായി, എൻ്റെ മോനെ കൊന്നു. ഞാൻ ആ വേപ്പമരം, ഇത്ര വണ്ണം ഉണ്ടാവും വേപ്പമരം, അതിൻ്റെ ചുവട്ടിലേക്ക് ലക്ഷ്യം വെച്ച് ഓടുകയാണ്. ഓടിയപ്പോൾ എൻ്റെ മകനെ അപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം പെനിയൽ ബൈബിൾ കോളേജിൽ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം മൂക്കിൽ കൂടെ ചോര ഒഴുകുകയാണ്. അദ്ദേഹം ട്രെയിനിങ് വേണ്ടി വന്നതാണ്. നല്ല ട്രെയിനിങ് കിട്ടി. സ്തോത്രം. ആമേൻ, ആമേൻ. യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ മത്തായി 10-ാം അധ്യായമാണ് പറഞ്ഞു കൊടുത്ത് അയച്ചത്. ഇന്ന് അതൊന്നും പറഞ്ഞു കൊടുത്തല്ല അയക്കുന്നത്. അതാ ഡേഞ്ചർ. ആമേൻ. നിങ്ങൾ പോയി എല്ലാ ശുശ്രൂഷകരും മത്തായി 10-ാം അധ്യായം വായിച്ച് നോക്കണം. അതിൻ്റെ മനോഹരത എന്താണ്. പ്രൈസ് ദി ലോർഡ്.
യേശു പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്ന നരിയല്ല. നരിയെ നമ്മൾ ആട്ടി ഓടിച്ചാൽ, കോഴി പിടിച്ചാൽ ഇട്ടിട്ട് ഓടിക്കളയും. ചെന്നായി അത് ഒറ്റയ്ക്ക് പോകത്തില്ല, കൂട്ടമായിട്ടേ പോകത്തുള്ളൂ. ഒന്ന് ത്രട്ടൻ ചെയ്താൽ 1 ഇഞ്ച് പിൻവാങ്ങത്തില്ല. ചെന്നായി ജനത്തെ അറ്റാക്ക് ചെയ്യും. ഏതുവരെ? അസ്ഥിപഞ്ജരം തീ കാണുന്നത് വരെ മാംസത്തെ മൊത്തം കടിക്കും. ഇത് പറഞ്ഞയച്ചപ്പോൾ അവർക്ക് മനസ്സിലായി യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. സ്തോത്രം. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടേക്ക് പോയി. ഇവരെന്നെ പിടിച്ചു. ചോദിച്ചു, നീ ഈ ടീമിൻ്റെ ലീഡറാണോ? ആണെന്ന് പറഞ്ഞു. എന്നെ ഇടിക്കാൻ ആരംഭിച്ചു. എൻ്റെ ഷർട്ടെല്ലാം കീറി ഇടിയോടിടി. ഇത് എൻ്റെ മകൻ എന്നെ ഇടിച്ചതുകൊണ്ട് ആ ഇടി മകന് കിട്ടാതെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ തോമസിനെയും എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് സാവകാശത്തിൽ ഞാൻ തിരിച്ച് ഈ ടീം നിന്ന ഭാഗത്തേക്ക് വന്നു. അന്ന് ടീം അങ്ങൾ പറയുകയാണ്, സാറേ പറയാൻ പ്രയാസം. പറയാൻ പറഞ്ഞു. നിങ്ങൾ പോയതിനു ശേഷം ഒരു ഗ്രൂപ്പ് സുവിശേഷ വിരോധികൾ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഞങ്ങളിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകളെ ബൈ ഫോഴ്സായിട്ട് കടപ്പുറത്ത് കൊണ്ടുപോയി. ഇപ്പോൾ തോലുരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, തോലുരി ഇന്ത്യയിലോ? ഇത്രയും സംസ്കാരം വർദ്ധിച്ച സ്ഥലത്തോ? അതെ. ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വണ്ടി കയറി പൊയ്ക്കൊള്ളി, ഇത് ഡേഞ്ചർ പ്ലേസാണ്. അവർ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് വണ്ടിയെടുത്ത് പോയി. അവർ വണ്ടിയെടുത്ത് പോകുന്ന വഴിക്ക് റോഡിൻ്റെ കുറുക്കെ വടം കെട്ടി വണ്ടിയെ സ്റ്റോപ്പ് ചെയ്ത് അകത്ത് പെട്രോൾ തീ കൊളുത്താൻ. ഈ വണ്ടി 2 വീലർ വണ്ടി, അത് 4 വീലർ വണ്ടിയാണ്. മണലിൽ കൂടെ ഓടും. ദൈവകൃപയാൽ മണലിൽ കൂടെ വണ്ടിയെ ഓടിച്ച് ഒരു 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 പനമരത്തിൻ്റെ മൂട്ടിൽ നിർത്തി ഞങ്ങൾക്ക് വേണ്ടി അവർ പാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ തോമസ് അവൻ നേരത്തെ ഇടി കൊണ്ടതാ. അപ്പം പിന്നെ ഇനി ഒന്നും കൊണ്ടാൽ പിന്നെ നോ പ്രോബ്ലം. സ്വോത്രം. അവനും കൂടെ കൂട്ടിക്കൊണ്ട്, അവൻ ആൾക്ക് തടിയുണ്ട്, ബാക്കിയെല്ലാം പെൻസിലുമാരെയാണ്. സ്വോത്രം. അപ്പം അവനും കൂടെ കൂട്ടിക്കൊണ്ട് ഈ തോലൊരിക്കുന്ന ഭാഗത്ത് പോയി. കടപ്പുറത്താണ്. അവിടെ ഒരു ചെറിയ ഒരു ബിൽഡിങ്. ഇവരുടെ പ്ലാൻ തോലൊരിക്കണം. ആ തോലൊരിച്ച ശരീരത്തിൽ കല്ല് കെട്ടി കടലിൽ എറിയണം. എവിഡൻസ് ഇല്ല. ഈ തിട്ടമായിരുന്നു. ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ച ഒരു റൂം. ആ റൂമിൻ്റെ അകത്ത് കഥകിൻ്റെ വിള്ളലിൽ കൂടെ, പഴയ കഥകാണ്, അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം. ഞാൻ കഥക് ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അത് 25 ആൾക്കാരുണ്ട്. എല്ലാം നല്ല ഭയമാന്മാരാണ്, നല്ല ഹെൽത്തി ആൾക്കാരാണ്. ഇത് ചിലർ ഞങ്ങളുടെ ടീമിൻ്റെ അംഗങ്ങളെ മർമ്മഭാഗങ്ങളെല്ലാം കുത്തുന്നുണ്ട്. മയങ്ങി കിടക്കുമ്പോൾ വെള്ളം കുടിക്കാൻ കൊടുക്കും. എണീക്കുമ്പോൾ വീണ്ടും കുത്തുകയാണ്. ഇവർ പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയാണ്. ഒരു കൊച്ചു പയ്യൻ, അവന് 14 വയസ്സ്. 14 വയസ്സ്. ഡേ മോനെ, ഡേ കുട്ട, നീ വാ, ഇവിടെ വാ. അവൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ്. നല്ല ആരോഗ്യമുള്ള 4 പേര് വരണം. വാ, നീ വാ, നീ വാ, വാ, നിങ്ങൾ വാ. 2 രൂപ. ഇനി 2 പേര് കൂടെ. നമുക്ക് ടൈമില്ല, നമുക്ക് പെട്ടെന്ന്. ഇനി 2 പേര് കൂടെ വരണം. പാസ്റ്റർമാർക്കായാലും പറയാം, നോ പ്രോബ്ലം. ഇനി ഒരു 2 പേര് കൂടെ. ബ്രദറെ, കം. നമുക്ക് ടൈമില്ല, നമുക്ക് ടൈം. ഞാൻ 3-4 മണിക്കൂർ പ്രസംഗിക്കുവാണ്. എനിക്ക് 1/2 മണിക്കൂർ, 1 മണിക്കൂർ വാട്ടിട്ട് സമയം. ഇനി ഒരാൾ കൂടെ വേണം. പാസ്റ്റർക്ക് സഭയിൽ പോകുമ്പം സ്വോത്രം. വാ. അയ്യോ, കണ്ടോണ്ടിരിക്കണോ? പിടിക്കുന്നില്ലേ? അയ്യോ കൊല്ലല്ലേ, അയ്യോ കൊല്ലല്ലേ, അയ്യോ കൊല്ലല്ലേ. ഓക്കെ, താങ്ക് യു. കണ്ട കാഴ്ച, ഇറ്റ് ഈസ് ഒൺലി എ ഡെമോൺസ്ട്രേഷൻ. ഞാൻ കഥൻ്റെ ഉള്ളിൽ കൊണ്ട് കാണുക. ഒരു കൊച്ചു പയ്യൻ 4 പേര് ഇവന് ജീവനോടെ വെച്ചുകൊണ്ട് 2 പേര് ഒരു കൈയും മറ്റ് 2 പേര് മറ്റു കൈയും ജീവനോടെ ഇണിന്നെടുക്കാൻ പിടിക്കുകയാണ്, കോഴ ഇണുന്നത് പോലെ. ആ കൊച്ചു സ്റ്റീഫൻ വേദന താങ്ങാൻ വയ്യാതെ, എന്നെ കൊല്ലുന്നേ,
എന്നെ രക്ഷിക്കണേ, വിളിക്കുക. എന്നെ കഥവിനെ ചവിട്ടി തുറന്ന് അകത്ത് കയറി ദൈവം അവനെ കൊല്ലരുത്, വിടാൻ പറഞ്ഞു. ഒരു വിട്ടു, എന്നെ ഒരു പിടിപിടിച്ചു. നീ എൻ്റെ ലീഡറാണെന്ന് ചോദിച്ചു. നമ്മൾ ലീഡറാണെന്ന് പറഞ്ഞു. ഹേയ്, ഇവിടെ ഒന്ന് പ്രസംഗിച്ചതിന് മന്നിപ്പ് കേട്ടാൽ നിന്നെ ജീവനോട് വിടും, അല്ലെങ്കിൽ നിന്റെ തോൽവിക്കുമെന്ന് പറഞ്ഞു. 25 പേരുടെ എല്ലാം ഫുൾ കുടിച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ അപകടത്തിലാണ്. എന്നാൽ എൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പുറത്തു വരുന്നതിനേക്കാളും എൻ്റെ അരുമനാഥന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിക്കാൻ ഒരു ഭാഗ്യമുണ്ടായാൽ 50 വർഷത്തെ പ്രസംഗത്തെക്കാളും അതിന് ശക്തി ഉണ്ടാകും. എന്നോട് കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്നോട് നേരിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ, പ്രൊഫസിയിൽ കൂടെ വന്ന കാര്യങ്ങൾ, ദർശനത്തിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ റീകളക്ട് ചെയ്തു. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാം നിറവേറിയോ? ഇനിയും നിറവേറാൻ പലതുണ്ട്. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഇനിയും നിറവേറാൻ പലതുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചത് ഫോഷ്ക്ക് പറയാത്ത ദൈവമാണെങ്കിൽ അവരെൻ്റെ ശവത്തെ കല്ലിൽ കെട്ടി കടലിൽ വീശിയാലും അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ ദൈവം നിവർത്തിക്കും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് പ്രസംഗിച്ചത് മാപ്പ് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ 2 കണ്ണും ചുഴുതെടുക്കാൻ ആർഡർ ഇട്ടു. ഒരു മനുഷ്യൻ എൻ്റെ ഈ ഞരമ്പും ബലമായി പിടിച്ചു വലിച്ചു. എൻ്റെ ഉള്ളം കാലം മുതൽ ഉച്ചം തല വരെ എല്ലാ ഞരമ്പും എഫക്റ്റായി. മറ്റു മനുഷ്യൻ്റെ അടിവയറ്റിൽ തൊഴിൽ ആരംഭിച്ചു.